അർബൻ മാവോയിസ്റ്റ് നിരോധിത ഭീകര ഗ്രൂപ്പ് ബന്ധങ്ങളിൽ കൂടുതൽ പേരെ നിരീക്ഷിച്ച NIA. ഭീകരവാദ കേസുകളിൽ ജയിൽവാസം അനുഭവിച്ചവരെ മഹത്വവൽക്കരിച്ചുള്ള പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ UAPA കേസുകളിൽ പ്രതികളായിരുന്നവരുമുണ്ടെന്ന് കണ്ടെത്തൽ. ഇതിനിടെ പാലക്കാട് A. ശ്രീനിവാസൻ വധക്കേസിലെ മുഖ്യകണ്ണി ഷംനാദിനെ വിശദമായി ചോദ്യം ചെയ്യാൻ വീണ്ടും NIA കസ്റ്റഡിയിൽ വാങ്ങി. നിഷ ചേരുന്ന വിവരങ്ങളുമായി. നിഷ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വീണ, ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ഒപ്പം തന്നെ NIA കേസുകളിൽ ഉൾപ്പെട്ട ആളുകളെയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ NIA നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത്. രാജ്യവിരുദ്ധ പ്രചാരണങ്ങളിൽ അർബൻ മാവോയിസ്റ്റ് റജാസ് M. സിദ്ദിഖ് അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഭീകരവാദ സംഘടനകളുമായി ബന്ധമുള്ളവരെയും PFIയുമായൊക്കെ ബന്ധമുള്ള ആളുകളെയും NIA കൂടുതൽ നിരീക്ഷണത്തിലാക്കി എന്നതിനുള്ള തെളിവുകൾ പുറത്തു വന്നത്. കാരണം ഈ കേസുകളിൽ പ്രതിയായിരിക്കുന്ന ആളുകൾ തന്നെ തങ്ങളുടെ വീടുകളിൽ NIA റെയ്ഡിനെത്തി എന്നതടക്കമുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളെയും അർബൻ മാവോയിസ്റ്റ് ബന്ധമുള്ളവരെയും ഒക്കെ തന്നെ NIA നിരീക്ഷണത്തിൽ ആക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ UAPA കേസിൽ ജയിലിലായിരുന്ന സിദ്ദിഖ് കാപ്പന്റെ സുഹൃത്ത് റാസിഖ് റഹീം അടക്കമുള്ളവർ നിരീക്ഷണത്തിലാണ്. UAPA തടവുകാരെ ന്യായീകരിച്ചുകൊണ്ട് തടവറക്കാലം എന്ന പുസ്തകവും റാസിഖ് പ്രസിദ്ധീകരിച്ചിരുന്നു. പാനായിക്കുളം സിമി കേസിൽ പ്രതിയായിരുന്ന റാസിഖ് റഹീമിന് PFIയുടെ അടുത്ത നേതാക്കളുമായി ബന്ധമുള്ളതായും സ്ഥിരീകരണമുണ്ട്. എന്തായാലും റാസിഖ് റഹീം തന്നെ താൻ NIA നിരീക്ഷണത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഇത്തരത്തിൽ NIA കേസുകളിൽ നേരത്തെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അർബൻ മാവോയിസ്റ്റ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, UAPA കേസുകൾ ഇതിനു മുമ്പ് ചുമത്തിയിട്ടുള്ള ആളുകൾ, ജയിലിലായിരുന്ന ആളുകൾ, ഇവർക്കെതിരെ എല്ലാമുള്ള NIA നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെയാണ് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ ഷംനാദ്, മഞ്ചേരി സ്വദേശി ഷംനാദിനെ വീണ്ടും NIA കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ 7 ദിവസം ഷംനാദിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നടപടികളും തുടരുകയാണ്. വീണ, ശരി നിഷ.